ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മോഹിനിയിൽ നിന്നും ലക്ഷ്മി മോൾക്ക് വയറുവേദനയും ഛർദിയുമാണെന്നും ഇന്നലെ സദ്യയും കേക്കും ഒക്കെ മോൾ ഒരുപാട് കഴിച്ചതിൻ്റെ ആണെന്നാണ് തോന്നുന്നത് എന്നെല്ലാം മോഹിനി പറയുമ്പോൾ, നിൻ്റെ മോളിപ്പോൾ കമ്പനിയുടെ തലപ്പത്തല്ലേ, എന്തെങ്കിലും അബദ്ധം അവൾക്ക് പറ്റിയതാണോ എന്നെല്ലാം മഹിയെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് മുത്തശ്ശിയും പ്രതാപനും. കണ്ണനെ മാത്രം ജീവനായി കണ്ട് സ്നേഹിക്കുന്നവളാണ് എൻ്റെ മോള്, അവളെക്കുറിച്ച് ഈ രീതിയിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു എന്നെല്ലാം മോഹിനി പറയുമ്പോൾ, ഞങ്ങളും പിറന്നാൾ സദ്യ ആസ്വദിച്ച് കഴിച്ചതാ, കേക്കും പായസവും ഒക്കെ ഇഷ്ടം പോലെ കഴിച്ചു. തണുത്ത പായസം കഴിക്കണ്ട എന്ന് അമ്മയും പറഞ്ഞതല്ലേ, എന്നിട്ട് എനിക്ക് ഒരു കുഴപ്പവും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കരുണ നാവെടുക്കുന്നതും കരുണയ്ക്ക് വയറിന് അസ്വസ്ഥതയും ശരീരത്തിന് ക്ഷീണവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് മഹിയോടായിട്ട് കണ്ണൻ പറയുന്നുണ്ട്, എനിക്ക് തൻ്റെ അവസ്ഥ ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല മഹി. തൻ്റെ വീട്ടിൽ നിന്നും കഴിച്ചത് എന്തോ ഒന്ന് തനിക്ക് വയറിന് പിടിച്ചിട്ടില്ല. ഇതിനു മുൻപ് തന്നെയും എന്നെയും ഇല്ലാതാക്കാൻ ശ്രമിച്ചവരാണ് തൻ്റെ രണ്ടാനച്ഛനും കരുണയും അയാളുടെ മുത്തശ്ശിയൊക്കെ. തൻ്റെ ചിത കത്തിയെരിയുന്നത് കണ്ട് സന്തോഷിച്ചവർ. പിന്നെ പതിവില്ലാതെ ഇന്നലെ അവർ അമ്മയുടെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്തു. ഇനി നമ്മളോട് ഒരു വെറുപ്പവും ദേഷ്യവും ഇല്ല എന്നും പതിവില്ലാത്ത രീതിയിൽ നമ്മളോട് സ്നേഹം കാണിക്കുകയൊക്കെ ചെയ്തു. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്തോ ഒരു പന്തികേട് തോന്നുന്നു മഹി എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല കണ്ണേട്ട, കാരണം നമ്മൾ കഴിച്ച ഫുഡൊക്കെ അവരും കഴിച്ചതാണല്ലോ. അങ്ങനെ എന്തെങ്കിലും അവർ കലർത്താൻ പാടില്ലാത്തത് അതിൽ കലർത്തിയിട്ടുണ്ടെങ്കിൽ അവരും അത് കഴിക്കില്ലല്ലോ കണ്ണേട്ട എന്നെല്ലാം മഹാലക്ഷ്മി പറയുമ്പോൾ, എനിക്കറിയില്ല മഹി, എന്തായാലും താൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണണമെന്ന് പറയുമ്പോൾ, നോക്കട്ടെ കണ്ണേട്ട, പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നാൽ ഞാനത് ചെയ്യാം എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. അതിനുശേഷം കാണിക്കുന്നത് മഹാലക്ഷ്മി മുറിയിൽ നിന്നും താഴേക്ക് വരികയാണ്. അപ്പോൾ മഹിക്ക് പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട്, നിൻ്റെ ഛർദി എങ്ങനെയുണ്ട്, നിനക്ക് അത്ര വയ്യെങ്കിൽ ഇവൻ നിന്നെ വേണമെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും എന്നെല്ലാം ദുർഗ പറയുമ്പോൾ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണണം എന്ന ആഗ്രഹം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് അമ്മ ഇങ്ങനെ പറയുന്നത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. തുടർന്ന് ശരിക്കും നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് മഹിയുടെ യഥാർത്ഥ അവസ്ഥ അറിയാൻ വേണ്ടി തന്നെ ദുർഗ ചോദിക്കുമ്പോൾ, എൻ്റെ വയറ് ഇപ്പോഴും സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയിൽ തന്നെയാണെന്നും പിന്നെ അങ്ങനെ ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥ വന്നാൽ കൂടി അമ്മയുടെ മകൻ അതിനു വേണ്ടി ബുദ്ധിമുട്ടണ്ട, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയാമെന്നും മഹി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഹിയിൽ നിന്നും അവളുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കുന്ന ദുർഗയാണെങ്കിൽ, നിൻ്റെ വയറിപ്പോൾ സ്തംഭിച്ചു കഴിഞ്ഞു, ഇനി കുറച്ച് കഴിയുമ്പോൾ ഹൃദയം സ്തംഭിക്കുമായിരിക്കും എന്ന് സ്വയം പറഞ്ഞ് സന്തോഷിക്കുകയാണ്. തുടർന്ന് ഉണ്ണിയോട് പറയുന്നുണ്ട്, എടാ ഉണ്ണി, അവൾക്ക് പറയത്തക്ക തളർച്ചയൊന്നും കാണുന്നില്ലല്ലോ, വയറിന് ചെറിയൊരു സ്തംഭനം ഉള്ളതല്ലാതെ, ഇനി ആ വൈദ്യൻ വെറുതെ നുണ പറഞ്ഞതാണോ എന്നെല്ലാം ദുർഗ ചോദിക്കുമ്പോൾ, ഇതിപ്പോൾ വിഷം ഉള്ളിൽ ചെന്നിട്ട് അധിക നേരമൊന്നും ആയിട്ടില്ലല്ലോ അമ്മേ, പതുക്കെ പതുക്കെ അത് അവരുടെ ശരീരത്തിൽ ആകമാനം പടരും, പിന്നെ അവർക്ക് രക്ഷയില്ല, ആ കാഴ്ച കാണാൻ അമ്മ കാത്തിരുന്നു എന്ന് പറയുന്നുണ്ട് ഉണ്ണി. ഇതേ സമയം ആ വിഷപ്പായസം കഴിച്ച കരുണയുടെ അവസ്ഥ വല്ലാതെ ഗുരുതരമാവുന്നുണ്ട്. കടുത്ത ഛർദിയും വയറുവേദനയും അതുപോലെ തന്നെ തളർച്ചയൊക്കെ കരുണയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. ഇത് കാണുന്ന പ്രതാപനും മുത്തശ്ശിയാണെങ്കിൽ വല്ലാതെ ആശങ്കയിലാകുന്നു. കുഞ്ഞിനെന്താ പറ്റിയതെന്ന് ചോദിച്ച് മുത്തശ്ശി വല്ലാതാവുമ്പോൾ, ഇന്നലെ ഞാൻ മോളോട് പറഞ്ഞതാണ് രാത്രി ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത പായസം കഴിക്കേണ്ടെന്ന്, എൻ്റെ വാക്ക് കേൾക്കാതെ മോൾ അത് മുഴുവൻ കുടിച്ചു. ഈ സമയത്ത് അത്തരം തണുത്ത ഭക്ഷണമൊന്നും കഴിക്കുന്നത് നല്ലതല്ല എന്നെല്ലാം മോഹിനി പറയുമ്പോൾ, നീയും നിൻ്റെ മോളും ചേർന്ന് എന്താടി എൻ്റെ കുഞ്ഞിന് കലക്കി കൊടുത്തത്? നിൻ്റെ മോൾക്ക് മുമ്പ് എൻ്റെ കുഞ്ഞ് അമ്മയാവുന്നത് നിനക്കും നിൻ്റെ മോൾക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല, എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണോ നിൻ്റെ പിറന്നാൾ ഇത്തവണ ആഘോഷിച്ചത് എന്നെല്ലാം ചോദിച്ചുകൊണ്ട് മുത്തശ്ശിയും പ്രതാപനും മോഹിനിയെ കുറ്റപ്പെടുത്തുന്നു. കരുണയുടെ നിലയാണെങ്കിൽ നിമിഷം കഴിയും തോറും വഷളാകുന്നു. പ്രതാപൻ കരുണയുടെ കാലെല്ലാം മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. വയറുവേദന എടുത്ത് കിടന്ന് നിലവിളിച്ച് കരയാണ് കരുണ. മോളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. വേഗം മോളെ ആശുപത്രിയിൽ എത്തിക്കാൻ മോഹിനിയും പറയുന്നു. ഞാൻ എന്തായാലും ഉണ്ണിമോനെ വിവരം അറിയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ ഉണ്ണിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കരുണയ്ക്ക് ഛർദിയാണെന്നും കടുത്ത വയറുവേദനയും തലചുറ്റലുമാണെന്നെല്ലാം പറയുമ്പോൾ, ഉണ്ണിയാണെങ്കിൽ അത് കേട്ട് ശരിക്കും വല്ലാതാവുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഉടനെ എത്താമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണി. തുടർന്ന് അമ്മ കരുണയ്ക്കും അവരെ പോലെ ഛർദിയും വയറുവേദനയൊക്കെ ആണെന്നും ഞാൻ വേഗം പോയി അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകട്ടെ എന്ന് പറയുമ്പോൾ, അയ്യോ മോനെ, ഈ അവസ്ഥയിൽ ഇങ്ങനെ ഛർദിയും വയറുവേദനയും ഉണ്ടാകുന്നതൊന്നും നല്ലതല്ല, നീ എന്തായാലും എത്രയും പെട്ടെന്ന് മോളെ ഹോസ്പിറ്റലിലാക്കണം, അതിനുശേഷം അമ്മയ്ക്ക് വിവരം തരണമെന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ ദുർഗ. അങ്ങനെ ഉണ്ണി കരുണയുടെ വീട്ടിലെത്തുന്നു. എന്നിട്ട് പ്രതാപനും ഉണ്ണിയും ചേർന്ന് കരുണയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്.
അതിനുശേഷം നീ ഒറ്റ ഒരുത്തിയാണ് ഇതിനെല്ലാം കാരണം, അവളുടെ ഒരു പിറന്നാൾ ആഘോഷം എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി വീണ്ടും മോഹിനിയെ കുറ്റപ്പെടുത്തുമ്പോൾ ലക്ഷ്മി മോൾക്കും കരുണമോളുടേതുപോലെ ഛർദിയും വയറുവേദനയൊക്കെ ഉണ്ട്. എന്തായാലും കരുണമോൾക്ക് ഒന്നും സംഭവിക്കാതെ ദൈവം അവളെ കാത്തോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ മോഹിനി. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന കരുണയെ നേരെ ഐസിയുവിലേക്ക് കയറ്റുന്നുണ്ട്. ശേഷം അവളല്ലേ മോളെ ആ വിഷപ്പായസം കഴിച്ചത്, പിന്നെ എങ്ങനെ മോൾക്ക് ഇങ്ങനെ വന്നു, എന്താണെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ, എൻ്റെ മോൾക്കും വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും ഒന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കുന്നുണ്ട് പ്രതാപൻ. പിന്നീട് കാണിക്കുന്നത് ഐസിയുയിൽ കയറ്റിയിരിക്കുന്ന കരുണയെ ഡോക്ടർ വിശദമായിട്ട് തന്നെ പരിശോധിക്കുകയാണ്. ഇതേ സമയം കരുണയ്ക്ക് ബ്ലീഡിങ്ങും ഉണ്ടാകുന്നുണ്ട്, ഛർദിക്കും വയറുവേദനയ്ക്കും ഒപ്പം ബ്ലീഡിങ്ങും ഉണ്ടാകുന്നുണ്ട്. തുടർന്ന് ഡോക്ടർ വന്ന് പ്രതാപനെയും ഉണ്ണിയെയും അറിയിക്കുന്നുണ്ട് ആ കുട്ടിയുടെ നില വളരെ ഗുരുതരമാണ്, ഛർദിയോടൊപ്പം ബ്ലീഡിങ്ങും തുടങ്ങിക്കഴിഞ്ഞു, ഏതോ മാരകമായിട്ടുള്ള ഒരു വിഷം ആ കുട്ടിയുടെ ഉള്ളിൽ ചെന്നിട്ടുണ്ട്, അതാണ് ഇങ്ങനെ ഒരു അവസ്ഥയ്ക്ക് കാരണമെന്ന് പറയുമ്പോൾ അത് കേട്ട് ഞെട്ടിത്തരിക്കുന്നുണ്ട് കേട്ടോ ഉണ്ണിയും പ്രതാപനും. എത്രയും പെട്ടെന്ന് ആ കുട്ടിയുടെ ശരീരത്തിലേക്ക് ബ്ലഡ് കയറ്റാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യണം, ഇല്ലെങ്കിൽ ആ കുട്ടിയുടെയും ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെയും ജീവൻ ആപത്താണ് എന്ന് ഡോക്ടർ പറയുമ്പോൾ തകർന്ന് തരിപ്പണാവുന്നുണ്ട് കേട്ടോ ഉണ്ണിയും പ്രതാപനും. അങ്ങനെ ഡോക്ടറിൽ നിന്നും കരുണയുടെ നിലയെക്കുറിച്ച് അറിയുന്ന പ്രതാപനാണെങ്കിൽ ശരിക്കും തകർന്ന് തരിപ്പണാവുകയാണ്. എൻ്റെ കുഞ്ഞിന് എന്ത് പറ്റി, അവളെയും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയാണ് പ്രതാപൻ ചെയ്യുന്നത്. തുടർന്ന് നമ്മൾ അവളെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ പായസത്തിൽ വിഷം ചേർത്ത് കൊടുത്തത്, എന്നിട്ട് അങ്ങനെ അത് മോളുടെ ശരീരത്തിൽ എത്തി എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒന്നും അറിയില്ല അച്ഛാ, എങ്ങനെയും കരുണയെയും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയും പൊട്ടിക്കരയാണ്. തുടർന്ന് കരുണയുടേതാണെങ്കിൽ റെയർ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പാണ്. അപ്പോൾ ബ്ലഡ് ബാങ്കിൽ അന്വേഷിക്കുമ്പോൾ ആ ഒരു ബ്ലഡ് ഗ്രൂപ്പിൽ അവിടെ ഇല്ല എന്നാണ് കേട്ടോ പറയുന്നത്. ആ ബ്ലഡ് ഗ്രൂപ്പിൽ പെട്ട ബ്ലഡ് അവിടെ ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇതേ സമയം തന്നെ മഹാലക്ഷ്മിയുടേതും ആ ഒരു കരുണയുടെ ബ്ലഡ് ഗ്രൂപ്പാണ് എന്നുള്ള ഒരു കാര്യം പ്രതാപന് ഓർമ്മ വരുന്നുണ്ട്. പിന്നീട് ഡോക്ടർ വീണ്ടും വന്ന് അറിയിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ബ്ലഡ് അറേഞ്ച് ചെയ്യണം, ആ കുട്ടിയുടെ ശരീരത്തിൽ നിന്നും ഒരുപാട് ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇല്ലെങ്കിൽ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവൻ രക്ഷിക്കാനായിട്ട് കഴിയില്ല, എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നെല്ലാം അറിയിക്കുമ്പോൾ ആകെ തകർന്ന് തരിപ്പണാവുന്നുണ്ട് കേട്ടോ പ്രതാപനും ഉണ്ണിയും. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് ഉണ്ണിമോനെ എങ്ങനെ അവളോട് ചെന്ന് ബ്ലഡ് തരണമെന്ന് പറയും, കാരണം അവളെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ആ പായസത്തിൽ വിഷം ചേർത്തത്, എന്നിട്ടിപ്പോൾ കരുണമോളുടെയും കുഞ്ഞിൻ്റെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവളുടെ മുന്നിൽ എങ്ങനെ ചെന്ന് നിൽക്കും എന്നെല്ലാം ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല അച്ഛാ, നമുക്കിപ്പോൾ കരുണയുടെയും കുഞ്ഞിൻ്റെയും ജീവനല്ലേ മുഖ്യം, അതിന് വേണ്ടിയിട്ട് അവരുടെ കാല് പിടിക്കേണ്ടി വന്നാലും കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് പ്രതാപൻ മഹാലക്ഷ്മിയെ കാണാനായിട്ട് കമലേശ്വരത്ത് എത്തുന്നുണ്ട്. ഒടുവിൽ കരുണയുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞ് ബ്ലഡ് തരാൻ വേണ്ടിയിട്ട് കരുണയുടെയും കുഞ്ഞിൻ്റെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മഹാലക്ഷ്മിയുടെ കാലിൽ പിടിച്ച് കരയാണ് കേട്ടോ ചെയ്യുന്നത്.